എസ്എംപുരം ടൗൺ ഓഡിറ്റോറിയം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ SN പുരത്ത് ആരംഭിച്ച നവീകരിച്ച ടൗൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം MLA ET ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. എല്ലാ കാര്യത്തിലും ഇപ്പോൾ എസ്എംപുരം ഒരു സെന്റർ മുകളിലേക്ക് വികസിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ആയിക്കൊള്ളണം. ഇല്ല, അത്യാവശ്യം ഒരു റോഡിൽ വഴിയിടം എന്ന് പറയുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെട്ടത് ചെയ്യാനുള്ള സന്ദർഭമുണ്ട്. ജിംനേഷ്യ സെന്റർ തൊട്ടപ്പുറത്തായിട്ടുണ്ട്. അല്ലെ, സ്ത്രീകൾക്ക് പ്രത്യേകമായി ചെയ്യാനുള്ള ജിംനേഷ്യ സെന്റർ ആയിട്ടുണ്ട്. നമുക്ക് സാംസ്കാരിക രംഗത്ത് അത്യാവശ്യം നല്ല ഇടപെടൽ നടത്താറുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നല്ല സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സ്റ്റേജില്ലാത്തതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവസാനിക്കുക. ഇവിടെ ആണെങ്കിൽ സമ്പന്നമായിട്ടുള്ള കലാകാരന്മാരുടെ സ്ഥലമാണ് സെൻട്രൽ വെച്ച്. മോഹൻദാസ് ഉണ്ട്, APC ഉണ്ട്, പിന്നെ നമ്മുടെ ടീച്ചർ ഇന്ത്യ എപ്പോഴുള്ള ഒരു ഡാൻസ് അത്രയോ പ്രായമൊന്നും ഒരു വിഷയമില്ലാതെ തെളിയിച്ചാണ് രക്ഷാപ്പെടുത്തുന്നത്. പിന്നെ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ നമ്മുടെ ബിന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലൊക്കേഷനാണ് ആവശ്യമില്ല. അപ്പോൾ അവർക്കും എനിക്ക് തോന്നുന്നു അതുപോലെ സർക്കാർ വായനശാലയിൽ യുവജന വായനശാലയിൽ വായനശാലയിൽ തുടങ്ങും. നമുക്ക് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകാനുള്ളത് നമുക്ക് പറ്റും. ആ പരിപാടികൾ കൂടി ആയാൽ നമ്മുടെ ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള സാംസ്കാരിക രംഗത്തുള്ള ഒരു സ്ഥാനം ലഭിക്കാൻ കഴിയുന്ന പ്രദേശമായി മാറുകയാണ്. വളരെ സന്തോഷം. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ റോഡും വൈദ്യുതി കണക്ഷനും പാലങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ ഗൗരവത്തിലല്ല ഇപ്പോഴും സാംസ്കാരിക രംഗത്ത് ഇടപെടൽ സംബന്ധിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യണം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയിക്കാൻ അപ്പം എല്ലാവർക്കും ഇങ്ങനെ കമ്പാർട്ട്മെൻ്റായിട്ട് ചിന്തിക്കാനുള്ള താല്പര്യം, വിഭിന്നങ്ങളായ പേര് വളർത്താൻ താല്പര്യം, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് വലിയ അത്ര ആളുകളില്ലാത്ത ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട്. അത്തരം ശക്തികൾക്കെല്ലാം എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താല്പര്യം നൽകാൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് ഇതുപോലെയുള്ള നമ്മുടെ പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ 14 ലക്ഷവും 2025-2026 വർഷത്തിൽ 10 ലക്ഷവും വകയിരുത്തിയാണ് ടൗൺ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചത്. സ്റ്റേജ്, ഗ്രീൻ റൂം, ടോയ്ലറ്റ് അടക്കം 800 സ്ക്വയർ ഫീറ്റാണ് നിർമ്മിക്കുകയും പന്തൽ നവീകരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, വികസനകാര്യ ചെയർമാൻ KA അയൂബ്, ക്ഷേമകാര്യ ചെയർമാൻ CC ജയ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ PA നൌഷാദ്, വാർഡ് മെമ്പർമാരായ ശീതൽ TS, രാജേഷ് KR, രമ്യ പ്രദീപ്, ജിബി മോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി MO ഡേവിഡ്, MS മോഹൻദാസ്, MR സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക മുന്നേറ്റത്തിൽ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലാകാൻ സാധ്യമാകുന്ന ഒന്നാണ് നല്ലൊരു ഓഡിറ്റോറിയം. ഇവിടെ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഓഡിറ്റോറിയം അത്യാവശ്യം ഈ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലപ്പോൾ പോരായ്മ ഉണ്ടായിരുന്നു. നിലവിലുള്ള സ്റ്റേജ്, നല്ല പ്രോഗ്രാമൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തകരുടെ ഏറ്റവും വലിയ ഒരാവശ്യമായിരുന്നു നല്ല നാടകം ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ നാടകം ഉൾപ്പെടെ കളിക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് ഈ സ്റ്റേജിനെ മാറ്റി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജ് അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നുണ്ട്. അത് ഈ ഭരണസമിതി യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടത്തുന്നതിന് വേണ്ടി നമുക്കറിയാം AE നമ്മുടെ പ്രിയപ്പെട്ട സോന ഇത് അവർ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഭരണസമിതിക്കൊപ്പമാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടറിയും
ജീവനക്കാരുമെല്ലാം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ്.